നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഡിവൈഎഫ്ഐ മേപ്പാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും മേപ്പാടം സെന്ററിൽ വെച്ച് നടത്തി. ഡിവൈഎഫ്ഐ മേപ്പാടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനോത്സവം മേപ്പാടം സെന്ററിൽ വെച്ചാണ് നടന്നത്. മുൻ MLAയും കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റെ മതം പറഞ്ഞാൽ ശരി, എന്റെ വിശ്വാസമാണ് ശരി, അതുകൊണ്ട് ഞാൻ പാസ്സാവും എന്ന് പറഞ്ഞാലൊന്നും ജയിക്കാൻ കഴിയില്ല. ഇവിടെ നല്ലപോലെ അധ്വാനിക്കണം, പഠിക്കണം. ആ പഠിക്കാനുള്ള അവസരവും സൗകര്യവും ഇന്ന് ഗവൺമെന്റും ഇതുപോലെ സംഘടനകളെല്ലാം ഒരുക്കി തരുന്നു. നിങ്ങൾ ഉപയോഗിച്ചോളൂ, പഠിച്ചോളൂ, ഒപ്പം പ്രാർത്ഥനയും ഇതിനൊപ്പം നടന്നോട്ടെ. അതൊന്നും തടസ്സം ചെയ്യണം. എന്നാൽ ഈ നാടിന് വിശ്വാസം മാത്രം മതി, ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എല്ലാം നടക്കും എന്ന് അറിയാതെ നമ്മുടെ തലയിൽ കയറ്റി കൊടുക്കുന്ന ആയിഷ PJ, മിഥിലാജ് BV, ഫാത്തിമ, റക്കീബ് റഹ്മാൻ, ഷോൺ PCB, സ്വാലിഹ നസ്രൻ, ഡിവൈഎഫ്ഐ മേപ്പാടം യൂണിറ്റ് പ്രസിഡന്റ് സ്നേഹ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, വാർഡ് മെമ്പർ LC ബേബി, LC സെക്രട്ടറി TN പ്രഭാകരൻ, ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ പ്രസിഡന്റ് അൻവർ MA, ഡിവൈഎഫ്ഐ മേപ്പാടം യൂണിറ്റ് സെക്രട്ടറി ഹരീഷ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ധന അയ്യപ്പൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി അബ്ബാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തി കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. ഡിവൈഎഫ്ഐ നടത്തുന്ന മറ്റ് പല പ്രവർത്തനങ്ങൾക്കൊപ്പം ഇതുപോലെ കഴിവിനെ അംഗീകരിക്കുന്ന ഇത്തരം പ്രവൃത്തികളും നമുക്ക് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. ഇത് ഇനിയും ഇവർക്ക് തുടരാൻ സാധിക്കട്ടെ. ഇവിടെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഇങ്ങനെ ഒരു മുൻകൈ എടുത്ത ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഉന്നത വിജയം കൈവരിച്ച SSLC+2 കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. നമുക്കറിയാം, നമ്മുടെ ആദ്യം തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ അവർക്കുള്ള പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ മഴക്കാലമായാലും കോവിഡ് ആയാലും പ്രളയമായാലും ഒക്കെ തന്നെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ജനപ്രതിനിധികളോടൊപ്പമായാലും അതല്ലെങ്കിൽ വാർഡിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ഒരു സംഘടനയും ചിലപ്പോൾ ഇതുപോലെ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം നടത്തുന്നത് തന്നെ ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐയെ കുറിച്ച് ഒരുപാട് കേട്ടവരും അറിഞ്ഞവരുമാണ്. എന്തായാലും സ്വന്തം നാട്ടിൽ താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഇങ്ങനെ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് വിശിഷ്ട അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് അനുമോദനവും അതുപോലെ തന്നെ എക്കാലത്തെയും ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി തരുന്ന ആ ഒരു മെമന്റോയും നൽകാൻ CCV ന്യൂസ് ചേലക്കര.